വൈദ്യുതി പ്രതിസന്ധിയും വോൾട്ടേജ് വ്യതിയാനവുമൊക്കെ സാധാരണമായ 70കളിലെ കേരളം. ആ രാവുകളിൽ എപ്പോഴോ ആണ് തൃശൂരിലെ പറപ്പൂരുകാരൻ കൊച്ചൌസേപ്പിന് ആ ആശയം തോന്നിയത്. തിരുവനന്തപുരത്തെ മാസശമ്പളമുള്ള ജോലി വിട്ട് ആ ആശയത്തിന് പുറകെ സഞ്ചരിച്ചു. അങ്ങനെയാണ് മലയാളികൾക്ക് മുഖവുര വേണ്ടാത്ത നാം അറിയുന്ന കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന ബിസിനസ്സുകാരന്റെ പിറവി. കേരളത്തിന്റെ വാണിജ്യ വ്യവസായ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ അടയാളപ്പെടുത്തിയ 2 പേരുകൾ, വി ഗാർഡും കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളിയും. Cool, I lose my cool. Oh, there's something wrong. When the beat ain't steady, my feet. 40 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1977 കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി വി ഗാർഡ് എന്ന പേരിൽ സ്വന്തമായി സ്റ്റെബിലൈസർ പുറത്തിറക്കിയത്. 1 ലക്ഷം രൂപ മൂലധനത്തിൽ തുടങ്ങിയ വി ഗാർഡ്. ശേഷം ചരിത്രം. 40 വർഷം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാലയളവല്ല. അതും പ്രത്യേകിച്ചും കേരളത്തിലൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് ഇത്രയും വലിയ നിലയിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഒട്ടും ചെറിയ കാര്യമല്ല. അപ്പോൾ 40 വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ 40 വർഷത്തിലെത്തിയിരിക്കുന്നു. വി ഗാർഡ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തെപ്പറ്റി എന്താണ് താങ്കൾ പറയാനുള്ളത്? ഞാൻ അന്ന് തുടങ്ങുമ്പോൾ ഇതുപോലെ ഇത്ര വലുതായിട്ട് വികസിക്കുന്നെന്ന് വിചാരിച്ചതല്ല. അന്ന് എനിക്ക് ആദ്യം ജോലിയായിരുന്നു. ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങുന്നു. അപ്പോൾ ജോലിക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിനേക്കാളും കൂടുതലുള്ളൊരു സംഖ്യ കിട്ടിയാലും ഞാൻ ഹാപ്പി ആയിരുന്നു. അതായിരുന്നു അന്നത്തെ ഒരു ചിന്താഗതി. പക്ഷേ പടിപടിയായിട്ട് ഉയർന്നു. ഇപ്പോൾ 40 വർഷം കഴിഞ്ഞു. ആദ്യം വി ഗാർഡ്, പിന്നെ അത് കഴിഞ്ഞ് വണ്ടർല, പിന്നെ ഷീല സെപ്പറേറ്റ് ആയിട്ട് ഒരു വി സ്റ്റാർ എന്ന് പറഞ്ഞ് തുടങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ വീണ്ടും വിഗാലാൻഡ് ഡെവലപ്പേഴ്സ്, അങ്ങനെ പ്രധാനമായിട്ട് 4 കമ്പനികളാണ് ഇപ്പം നിലവിലുള്ളത്. ഇപ്പോൾ 1 lakhന്റെ ഒരു ക്യാപിറ്റൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് വി ഗാർഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇപ്പൊ എത്രയാണ് ടേൺ ഓവർ? എത്രയുണ്ട് ഇപ്പോൾ മൊത്തത്തിലൊരു? എത്രയാണ് അതിന്റെ ഒരു വലിപ്പം? എത്രയാണ് കമ്പനിയുടെ മൊത്തം? ഈ 4 കമ്പനികളുടെയും കൂടിയിട്ട് മാർക്കറ്റ് ക്യാപ്പ് 10,000 crores കൂടും. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം വി ഗാർഡിനുണ്ടായത് 2000 കോടി രൂപയുടെ ടേൺ ഓവറാണ്. വി ഗാർഡിൽ നിന്ന് വണ്ടർല തീം പാർക്കും വി സ്റ്റാർ എന്ന വസ്ത്ര ബ്രാൻഡും അപ്പാർട്ട്മെന്റ് രംഗത്ത് വിഗാലാൻഡ് ഡെവലപ്പേഴ്സും ഉയർന്നു വന്നു. വി ഗാർഡിനും മറ്റ് സ്ഥാപനങ്ങൾക്കുമെല്ലാം കൂടി ഇന്ന് വിപണി മൂല്യം 10,000 കോടി രൂപയാണ്. 40 വർഷം മുമ്പ് കൊച്ചിയിൽ വരുമ്പോൾ മറൈൻ ഡ്രൈവിന്റെ പണിയൊക്കെ കഴിയുന്നുള്ളൂ. അന്ന് കാലത്ത് ആ സക്സസ്ഫുൾ സ്റ്റോറീസ് അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ളവരുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു. ധാരാളം ഫെയിലിയർ സ്റ്റോറിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പലരും തുടങ്ങി ഫെയിലായി. അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു ജോലി കിട്ടുക, അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് കടക്കുക, അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോവുക, ഇതൊക്കെയായിരുന്നു. എൻ്റെ ഒരുപാട് കൂട്ടുകാർ അമേരിക്കയ്ക്ക് കടന്നിട്ടുണ്ട്, ഗൾഫിൽ ജോലിയായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജോലിയായിട്ട് അപൂർവം കുറച്ച് പേരാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നെ അതിന് നിർബന്ധിച്ചത്, എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരുന്നില്ല, ജോലി കിട്ടിയില്ല. കിട്ടിയ ജോലി വളരെ ചെറിയൊരു സ്ഥാപനത്തിൽ ചെറിയൊരു ജോലിയായിരുന്നു. ആ സ്ഥാപനം വലിയ പുരോഗതിയില്ല. അപ്പം എൻ്റെ ഭാവി പ്രശ്നത്തിലായി. അങ്ങനെയാണ് ജോലി റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് തുടങ്ങിയത്. ഞാനന്ന് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അവരുടെ ഒരു പ്രോഡക്റ്റായിരുന്നു സ്റ്റെബിലൈസർ. അപ്പോൾ അവരതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അവർക്ക് പല പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റെബിലൈസറുകൾ അഴിച്ച് റിപ്പയർ ചെയ്യാനും മറ്റു കമ്പനിക്കാരെ അഴിച്ച് റിപ്പയർ ചെയ്യാനൊക്കെ അവസരം കിട്ടിയപ്പോൾ എനിക്കൊരു ആത്മധൈര്യം കിട്ടി. ഇതിനേക്കാളും ബെറ്ററായിട്ട് എനിക്കുണ്ടാക്കാൻ പറ്റും ടെക്നിക്കലി
തീർച്ചയായിട്ടും ഇതിനൊരു മാർക്കറ്റ് ഉണ്ടാവും, പ്രത്യേകിച്ച് ക്വാളിറ്റിയോട് കൂടി കൊടുക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനെ ഞാൻ അന്ന് കാലത്ത് ഏറ്റവും മാർക്കറ്റിൽ ലീഡ് ചെയ്തിരുന്നത് കെൽട്രോൺ, പിന്നെ നെൽക്കോ അവരൊക്കെയായിരുന്നു. അപ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ തുടങ്ങിയത്. നിക്ഷേപ സൗഹൃദമല്ലാത്ത സാഹചര്യങ്ങളും കാലഘട്ടവും താണ്ടിയാണ് ഇന്ന് കാണുന്ന തരത്തിലേക്ക് വി-ഗാർഡ് വളർന്നത്. കാലം മാറിയപ്പോഴും കേരളത്തിലെ പഴയ സാഹചര്യങ്ങൾ ഒരുപാടങ്ങ് മാറിയിട്ടില്ലെന്നാണ് ചിറ്റിലപ്പള്ളിയുടെ വിലയിരുത്തൽ. വലിയ പരിചയസമ്പത്തിനിടയിലും ബിസിനസിൽ സംഭവിച്ച വീഴ്ചകൾ, തിരിച്ചറിവുകൾ. വി-ഗാർഡ് തന്നെ പല ഘട്ടങ്ങളിൽ പല പല പ്രോഡക്റ്റും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അതിലെല്ലാ പ്രോഡക്റ്റും വിജയിച്ചിട്ടില്ല. ഉദാഹരണത്തിന് സ്റ്റെബിലൈസറിന് ശേഷം ആദ്യമായിട്ട് തുടങ്ങിയത് വാൾ ക്ലോക്കായിരുന്നു. അത് പ്ലാസ്റ്റിക് ക്ലോക്ക് ഉണ്ടായിരുന്നു, പിന്നെ റോസ്വുഡ് കാർവുഡ് ക്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടോ അത് വിചാരിച്ച പ്രോഫിറ്റ് അതിന് കിട്ടുന്നില്ല. വളരെ താഴ്ന്ന ലെവലിൽ നിന്നുള്ള കോമ്പറ്റീഷൻ അങ്ങനെ വന്നപ്പോൾ ഫൈനലി അത് നിർത്തുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പമ്പ് തുടങ്ങിയതിന് ശേഷം PVC പൈപ്പ് വി-ഗാർഡിനുണ്ടായിരുന്നു. പക്ഷെ അതിലും കാര്യമായിട്ട് പ്രോഫിറ്റ് ഇല്ല, അൺഹെൽത്തി കോമ്പറ്റീഷൻ. വി-ഗാർഡ് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് വിജയിക്കുന്നില്ല എന്ന് കണ്ടാൽ കളം മാറ്റി ചവിട്ടാൻ മടിക്കരുത്, അതിന്മേൽ തന്നെ കടിച്ചു തൂങ്ങരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു അഭിമാനത്തിന്റെ പേരിൽ പഴയ പ്രോഡക്റ്റുമായിട്ട് മുന്നോട്ട് പോകരുത്. നമുക്ക് വേറെ അവസരങ്ങളുണ്ട്, വേറെ പ്രോഡക്റ്റുകളുണ്ട്, അതിലേക്ക് തിരിയണം. അങ്ങനെയാണല്ലോ വി-ഗാർഡ് ഇപ്പോൾ പമ്പിൽ കാര്യമായിട്ട് വിജയിച്ചു. വാട്ടർ ഹീറ്റർ, സോളാർ വാട്ടർ ഹീറ്റർ, കേബിള്, ഇങ്ങനെ എത്രയോ പ്രോഡക്റ്റുകൾ വിജയിച്ചു. അങ്ങനെ പല പ്രോഡക്റ്റും വിജയിക്കുമ്പോൾ ഒന്നോ രണ്ടോ ഫെയിലിയർ സ്റ്റോറി ഉണ്ടാവാം, അതുണ്ടാവട്ടെ. ഞാൻ തുടക്കം തൊട്ടേ എനിക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഈ വോൾട്ടേജ് ക്ഷാമം ഇല്ലാതായി കഴിഞ്ഞാൽ, ഫ്ലക്ച്വേഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഏകദേശം തുടങ്ങിയിട്ടൊരു 4-5 വർഷത്തിനുള്ളിൽ തന്നെ ക്ലോക്ക് മാർക്കറ്റിലിറക്കി, പിന്നെ പമ്പ് മാർക്കറ്റിലിറക്കി. അപ്പോൾ ഓരോ കൊല്ലവും ഇതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡ് മിനിസ്റ്റർ പറയും ഇനി അടുത്ത വർഷം മുതൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്നെ പേടിപ്പിച്ച് ഞാൻ പല പല പ്രോഡക്റ്റുകൾ മാർക്കറ്റിലിറക്കി. തീർച്ചയായിട്ടും അതുകൊണ്ട് പല പ്രോഡക്റ്റുകളും വി-ഗാർഡിനുണ്ടായി എന്ന് തോന്നാറുണ്ട്. കേരളത്തിലെ അവസ്ഥ നോക്കുമ്പോൾ ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പുറകിലാണെന്ന് ഞാൻ പറയും. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ആയിട്ട് വരുമ്പോൾ ഒരു എന്റർപ്രണർ മടുക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം കേരളം മാത്രമല്ലല്ലോ, വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, മറ്റ് സ്റ്റേറ്റുകളും വേണമെങ്കിൽ ബിസിനസ് തുടങ്ങാമല്ലോ. അപ്പോൾ ഞാൻ പറയും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ബിസിനസ് തുടങ്ങുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ തന്നെയാണ്. അത് ഇന്നും കൂടുതലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് എന്ന പേരിലുള്ള അപ്പാർട്ട്മെന്റ് ബിസിനസ്സിൽ കൊച്ചി ഔസേപ്പ് നേരിട്ട് മേൽനോട്ടം വഹിക്കുമ്പോൾ മക്കളായ മിഥുൻ വി-ഗാർഡിന്റെയും അരുൺ വണ്ടർലായുടെയും ചുമതലക്കാരാണ്. ബി-സ്റ്റാർ എന്ന വസ്ത്ര ബ്രാൻഡ് ഭാര്യ ഷീല കൊച്ചൌസേപ്പിന്റെ കയ്യിൽ സുഭദ്രം. വി-സ്റ്റാർ തുടങ്ങിയത് ഇപ്പോൾ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് ഞാൻ പറയില്ല. കാരണം വി-ഗാർഡായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സാധനമായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് മാത്രം ചെറിയൊരു വെഞ്ചറായിട്ട് ഞാൻ തുടങ്ങിയത്. എനിക്ക് ഈ ഗാർമെന്റ് ഡിസൈനിങ്ങും തുണികളോടൊക്കെയുള്ളൊരു ഇഷ്ടം പിള്ളേരൊക്കെ വലുതായപ്പോൾ ഒരുപാട് സമയം ബാക്കിയുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ഉപയോഗപ്രദമായിട്ട് ചെയ്യണം. പിന്നെ എനിക്ക് കുറച്ച് അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് അറിവും കുറച്ച് കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതൊന്ന് ഡെവലപ്പ് ചെയ്യണം. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മേ ബി എൻ്റെ അപ്പൻ ബിസിനസ്സുകാരനായിരുന്നു. ജുവല്ലറിയും ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ കൊച്ചൗസേപ്പും ബിസിനസ്സുകാരനല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് നല്ലൊരു മോഡൽ ഇവിടെ ഉണ്ടല്ലോ, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതൊരു ബിസിനസ്സും ബിസിനസ്സുകാരനും
പരുവപ്പെടുന്നത് കാലം നൽകുന്ന അനുഭവങ്ങളിലൂടെയാണ്, പരിചയ സമ്പത്തിലൂടെയാണ്. ഞാൻ പലപ്പോഴും പറയും, അതായത് നമ്മളൊരു എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ അതൊരു റിസ്കി ഗെയിം തന്നെയാണ്. അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, കാരണം ധാരാളം പ്രോഫിറ്റ് ഉണ്ട്, ജനം അറിയും. പക്ഷെ അറിയപ്പെടാതെ പരാജയപ്പെട്ട എത്രയോ പേരുണ്ട്. കണക്കുകൾ പറയുന്നത് 100 പേര് തുടങ്ങിക്കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ അത് ആ 100 പേര് 8 9 ഒക്കെ ആയിട്ട് കുറയുത്രേ. അതിൽ തന്നെ നല്ല വിജയം കൈവരിക്കുന്നവർ ഒരാളോ രണ്ടാളോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പരാജയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ പരാജയങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് ആ വ്യക്തിയുടെ ചില കഴിവുകൾ. ഇപ്പോൾ ഞാനൊരു ടെക്നിക്കൽ പേഴ്സൺ ആയിരുന്നു. തുടക്കത്തിൽ ആ ടെക്നിക്കൽ എബിലിറ്റിയാണ് പ്രധാനപ്പെട്ട് നിന്നിരുന്നത്. പക്ഷെ അതേസമയം പിന്നെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആ മാനേജീരിയൽ കപ്പാസിറ്റി നമുക്കുണ്ടാവണം. അതിന് ചില കഴിവുകൾ വേണം. ആളുകളെ മാനേജ് ചെയ്യാനും ആളുകളെ കൺവിൻസ് ചെയ്യാനും. ഇപ്പോൾ മാർക്കറ്റിംഗ് എനിക്ക് മിടുക്കില്ലെങ്കിലും അതിന് പറ്റിയ ആളെ തിരഞ്ഞെടുക്കണം. ഫിനാൻസ് എനിക്ക് വലിയ കഴിവില്ലെങ്കിൽ അതിന് പറ്റിയ ആളെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അങ്ങനെ ആളുകളെ എന്താ പറയുക, മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് നന്നായിട്ടുണ്ടാവണം. അതില്ലാത്തൊരാൾ നല്ല ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് തുടങ്ങിയാൽ ചിലപ്പോൾ അബദ്ധങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഫെയിലിയർ എപ്പോഴെങ്കിലും വരും. ഫെയിലിയർ ഉണ്ടാവാതിരിക്കില്ല. അതിന് നമ്മൾ ആത്മസംയമനത്തോടെ അത് ഫേസ് ചെയ്യാനുള്ള ഒരു മനോധൈര്യം വേണം. ഇതില്ലാത്തവർ സ്വന്തമായിട്ട് തുടങ്ങിയാൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റും, വീഴ്ചകളുണ്ടാവും എന്ന് എനിക്ക് തോന്നാറുണ്ട്.